നിങ്ങൾ റൂഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഞാൻ അശ്വിൻ VRL CEO ആണ്. നമുക്കതൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡാം പ്രൂഫിംഗ് ആണ്. നമുക്ക് റൂഫ് കഴിഞ്ഞ് പ്ലാസ്റ്ററിംഗും കഴിഞ്ഞിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കരുത്. റൂഫ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്ത് അതിന് അഡ്മിക്സർ യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്ററിംഗിന്റെ റൂഫിന്റെ ഇടയ്ക്ക് ക്രിസ്റ്റൽ കോട്ടിംഗ് പോലുള്ള കോട്ടിംഗ് യൂസ് ചെയ്യുക. പ്ലാസ്റ്ററിംഗിലും നിങ്ങൾ അഡ്മിക്സർ യൂസ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തെർമൽ ഇൻസുലേഷൻ ആണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ചൂടാണ് വീടുകളിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലാബില് ചൂടടിച്ചിട്ട് ആ ചൂട് നമ്മുടെ സ്ലാബ് താഴേക്ക് കൊടുക്കുന്നതാണ് ആ ഇഷ്യൂ വരുന്നത്. അതിനെ തടയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റൂഫ് ടോപ്പിൽ അടിക്കുന്ന കൂൾ പെയിന്റ്സ് ആണ്. ഈ കൂൾ പെയിന്റ്സ് കാരണം അകത്തുള്ള ടെമ്പറേച്ചർ 10% നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഫോൾ സീലിംഗ് ചെയ്യാൻ പറ്റും. കൂൾ പാനൽസ് പോലെയുള്ള അലുമിനിയം ഫോയിലുള്ള ജിപ്സം സീലിംഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയറിൽ വരുന്ന ചൂടിനെ താഴേക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും. ഇതല്ലാതെ കൺവെൻഷണൽ ആയിട്ടുള്ള മുകളിൽ ഷീറ്റ് ചെയ്യുന്ന റൂഫ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെന്ന് പറയാൻ നിങ്ങളുടെ വീടിനെ സോളാർ റെഡി ആക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് സോളാർ പാനൽ ഇല്ലാത്ത വീടുകളില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിലും നിങ്ങൾ സോളാർ പാനൽ എന്തായാലും വെക്കും. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ നിങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കുക. വയറിംഗ് അല്ലെങ്കിൽ പൈപ്പ് ലൈനിങ് ചെയ്യുക. അതുപോലെ തന്നെ സ്ലോപ്പ് കൊടുക്കുന്ന വീടാണെങ്കിൽ നിങ്ങൾ സൗത്തിലേക്ക് സ്ലോപ്പ് കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ വ്യൂ ചെയ്യുമ്പോൾ സോളാർ പാനലിനുള്ള സ്ഥലം കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക.